ഓക്കെ, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ അതിലേറെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത്. നമുക്കറിയാം, ഇന്ന് മൊത്തം മൊബൈൽ ഫോണിൻ്റെ ഒരു തരംഗം, മൊബൈൽ ആപ്പുകളുടെ ഒരു തരംഗം നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പല ഫോട്ടോകളും വീഡിയോകളും എല്ലാം നമ്മൾ പലതരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാനും നമുക്ക് അതിനെ കൂടുതൽ വർക്ക് ചെയ്ത് സുന്ദരമാക്കാനും നമ്മൾ പലതരത്തിലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പല ആപ്പുകളും പല രീതിയിലും സുരക്ഷാ ഭീഷണി കൊടുക്കുന്ന ഒരു സംഗതി ഉള്ള കാര്യം എത്ര പേർക്കറിയാം? ഞാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, പരമാവധി നമ്മൾ ഈ മൊബൈൽ ആപ്പുകൾ ഉപയോഗം വളരെ ജാഗ്രതയോടെ മാത്രം ചെയ്തില്ല എങ്കിൽ നമ്മൾ വളരെ ആപത്തിലേക്കായിരിക്കും ചെന്ന് ചാടുന്നത്. കാരണം വേറൊന്നും കൊണ്ടപ്പോൾ ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കേസ്, ഞാൻ അതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, അത് ഒരു പ്രത്യേക മൊബൈൽ ആപ്പ് വഴി അതിനെ കൂടുതൽ സുന്ദരമാക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ ഈ ശ്രമിച്ച ഫോട്ടോ അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പോൺ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നു. അതിനെ തുടർന്ന് ഈ കുട്ടി ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഇവിടെ ആരാണ് കുറ്റവാളി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യാൻ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരും അതുപോലെ തന്നെ ലൈസൻസുള്ള ഫോട്ടോഗ്രാഫിയുടെ അതായത് അതിനുള്ള എല്ലാ സെക്യൂരിറ്റി മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ലൈസൻസുള്ള അത്തരത്തിലുള്ള മൊബൈൽ ആപ്പുകളും സോഫ്റ്റ്വെയറുകളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ മൊബൈൽ ആപ്പുകളിൽ കാണുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മൊബൈൽ ആപ്പുകളുണ്ടാവും. പക്ഷേ ഇതിൽ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം നോക്കി നമ്മൾ എടുത്ത് ഉപയോഗിച്ചില്ല എങ്കിൽ പണി കിട്ടും. മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഇത് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഒക്കെ, വീട്ടമ്മമാരുടെ ഒക്കെ ഫോട്ടോകൾ ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മൊബൈൽ ആപ്പുകളുടെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിൽ പലതും നേരെ പോയി ചെല്ലുന്നത് ഏതെങ്കിലും ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഈ മൊബൈൽ ആപ്പുകളുടെ സഹായത്തോടു കൂടി ഫോട്ടോ വീഡിയോ ആക്കാനും വീഡിയോയെ അതിൽ നിന്നും ചിത്രീകരണം പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് വെച്ച് അതിൽ നിന്നും ഒരു സ്റ്റിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ആ സ്റ്റിൽ ഫോട്ടോയെ നഗ്ന ഫോട്ടോയാക്കി മാറ്റാനും ആ നഗ്ന ഫോട്ടോയെ മൂവിയാക്കി മാറ്റാനും ഒക്കെ കെൽപ്പുള്ള ചില കൈകളിലേക്കും അവരുടെ സോഫ്റ്റ്വെയറുകളിലേക്കുമാണ് ചെന്ന് ചേരുന്നത്. അവരുടെ ഡ്രൈവുകളിലേക്ക് ഈ സാധനം ചെന്ന് വീണ് കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. സൈബർ ക്രൈം അത്രമാത്രം വ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഫോൺ വിളിച്ചാൽ കേൾക്കുന്നത് ഒരു വാർണിംഗ് ആണ്. ലോട്ടറി അടിച്ചു, ഇൻസ്റ്റന്റ് ലോൺ, വീട്ടിൽ നിന്നും പണം സമ്പാദിക്കാം. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്ന വേഗത്തിലുള്ള പണമിടപാട് പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരുക്കിയ കെണികളായിരിക്കാം. ഇതിൽ വീണു പോകരുത്. അത്തരം സംഭവങ്ങൾ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഇത് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ അലർട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് വളരെയേറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് വളരെയധികം ഭീഷണികൾ പിൽക്കാലത്ത് നേരിടേണ്ടി വരും. അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്പുകൾ, അതിൽ നിങ്ങളുടെ ഫോട്ടോ, വീഡിയോ എന്നിവ വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ശ്രമം അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അത് ശരിക്കും ജെന്യൂനായിട്ടുള്ള ചില ആപ്പുകളുണ്ട്. അത്തരം ആപ്പുകളുടെ പേര് പറയാൻ എനിക്ക് റൈറ്റില്ല. അത് ഉള്ളതേത് ഇല്ലാത്തതെന്ന് അത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ള ആപ്പുകളിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അത് ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അത്രയും.